ഇന്ന് കർക്കിടകല്ലേ, അപ്പോൾ പത്തിലക്കറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ അതൊരു ശീലം തന്നെ കേട്ടോ, ഉണ്ടാക്കാറുണ്ട്. പത്തില വെച്ചിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പത്തില കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ കഴിക്കാൻ പറ്റുന്ന ഇല തന്നെയാണ്. ഇത് ഓരോന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ 10 എണ്ണം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടുതലുണ്ടായിരുന്നു, പക്ഷെ 10 എന്ന് പറഞ്ഞുകൊണ്ട് 10 തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ 10 എണ്ണം ആക്കിയത്. അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കറി വെക്കാം. ഈ ഒരു ഇല കറി വെക്കാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയാണ്. എൻ്റെ ഉമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഉമ്മയാണ് കൂടെ വന്നതൊക്കെ ആക്കിയത്. ഞാൻ കുറേ ഒരു 2-3 വർഷം മുമ്പ് എൻ്റെ വല്യമ്മപ്പാടെ ഉമ്മയായിരുന്നു കേട്ടോ ഇതിനൊക്കെ പിന്നാലെ ഇറങ്ങി. ഞാനും വല്യമ്മയും കൂടെ തിരഞ്ഞ് നടക്കുക. വല്യമ്മ മരിച്ചു പോയി. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മത്തൻ്റെ ഇലയാണിത് കേട്ടോ. മത്തൻ്റെ ഇല നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുമ്പോൾ മത്തൻ ഇങ്ങനെ വരും, അപ്പോഴേക്കും ഇങ്ങനെ ഒരു കുത്തു വന്നിട്ട് ചീഞ്ഞു പോകും. ഇതാണ് ഇപ്പോൾ 5-8 എണ്ണം ഇങ്ങനെ ഉണ്ടായിപ്പോയി, ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നോക്കാം ഉണ്ടാവുമെന്ന്. അപ്പോൾ അവസാനത്തെ ഇലയാണ് നമ്മൾ മുരിങ്ങയില. മുരിങ്ങയില ഇല്ലാത്തൊരു പത്തിലക്കറി ഉണ്ടാവുമോ? നമ്മൾ ആദ്യം പോയി എടുക്കുക മുരിങ്ങൻ്റെ ഇല, ചീര, മത്തൻ്റെ ഇല, അതൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ താളിച്ചിട്ട് നല്ലൊരു പിടി പിടിച്ച് ചോറ് കേട്ടോ. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. താങ്ക് യു.